സങ്കടം വരാതിരിക്കാൻ എന്തോ എടുത്ത് വെക്കണമെന്ന് കേട്ടു. എന്ത് സാധനമാണെന്ന് പറഞ്ഞു തരാമോ? സങ്കടം വരാതിരിക്കാൻ എന്തോ എടുത്ത് വെക്കണമെന്നോ? ആരാ അത് പറഞ്ഞത്? എന്റെ അപ്പൂപ്പനാ. ഞാൻ കാലിൽ തട്ടി മറിഞ്ഞു വീണ് കരയുമ്പോഴാ അപ്പൂപ്പൻ പറഞ്ഞത്. സങ്കടം വരാതിരിക്കാൻ സൂക്ഷിച്ചെടുത്ത് വെക്കണമെന്നാ പറഞ്ഞത്. എന്താ എടുത്ത് വെക്കേണ്ടെന്ന് അപ്പൂപ്പനോട് തന്നെ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതാ. പക്ഷെ ചോദ്യം കേട്ട് അപ്പൂപ്പൻ കുറെ നേരം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു വേറെ ആരോടെങ്കിലും ചോദിക്കാൻ. നിങ്ങൾ വേറെ ആരെങ്കിലും ആണല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടുത്തു വെച്ചാൽ സങ്കടം മാറും. അതെന്ത് കുന്ത? ദേ വേറൊരാൾ വരുന്നു, അങ്ങേരോട് ചോദിക്കാം. തിന്നാനുള്ളത് വല്ലതും മുമ്പിലെടുത്ത് വെച്ചാൽ സങ്കടം മാറും, ഉറപ്പാ. നാളെ തിന്നാൻ ഇറച്ചി കഷ്ണം സൂക്ഷിച്ചു വെക്കണമെന്നായിരിക്കും. തിന്നണമെന്ന മോഹം തന്നെ എടുത്തു മാറ്റിവെക്കാനായിരിക്കും. അതൊന്നുമല്ല, ഉറപ്പാ. ഞാനൊന്ന് നടന്ന് ആലോചിച്ചിട്ട് വരാം. എനിക്ക് മനസ്സിലായില്ലെന്ന് ആ പയ്യനറിഞ്ഞാൽ നാണക്കേടാ. അവന്റെ അപ്പൂപ്പനോട് തന്നെ ചോദിക്കാം. എന്തോ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ മോനോട് പറഞ്ഞെന്ന് കേട്ടല്ലോ. അവൻ മണ്ടനാ. താനും അങ്ങനെ ആയാലോ? സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ സങ്കടം മാറുമെന്നല്ല പറഞ്ഞത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാ. നിങ്ങളൊക്കെ ഈ കാട്ടിൽ താമസിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു ഫ്രണ്ടിനെ ഒരുത്തൻ തള്ളി താഴെ ഇട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ? അറിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. പാവം എന്റെ ഫ്രണ്ട്. ആരാ നിന്റെ ഫ്രണ്ട്? ഒരു മരംകൊത്തി കുഞ്ഞാ, മിടുക്കനാ. സംഭവം പറ. കൊത്തി കൊത്തി കൂടുണ്ടാക്കാൻ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഏത് മരം കണ്ടാലും അവൻ കൊത്തും. അന്നേരം തൊട്ടപ്പുറത്ത് ഇത്രയും വലിയൊരു കൊമ്പ്. അവൻ കൊമ്പ് കുത്തി തുളച്ചു കൂടുണ്ടാക്കി. അപ്പോഴാ സംഭവം. ഒരുത്തൻ കൊമ്പ് കുലുക്കി കുലുക്കി അവനെ താഴെ ഇട്ടു ചേട്ടാ, താഴെ ഇട്ടു. കരയാതെ കരിഞ്ഞുണ്ണി. കരയാനൊന്നും എന്നെ കിട്ടില്ല. ഓർത്തിട്ട് എന്റെ ചോര തിളക്കുകയാ. എന്റെ നമുക്ക് അവനോട് പകരം ചോദിക്കാം. വാ വാ, വരട്ടെ വരട്ടെ. ഈ കുലുക്കി ഇട്ടവനെ എന്തു വലിപ്പം വരും? തീരെ കുഞ്ഞാ, ഇത്രയും പൊക്കം കാണും. എന്നാ പിന്നെ കുഴപ്പമില്ല, വാ ചോദിച്ചിട്ട് വരാം. ആരാടാ മരംകുത്തി കുഞ്ഞിനെ താഴെ തള്ളിയിട്ടത്? അവൻ. അമ്പടാ, നില്ലടാ അവിടെ. പറയടാ, മരംകുത്തി കുഞ്ഞിനെ നീ എന്തിനു തള്ളിയിട്ടു? കൊമ്പ് കുത്തി കൂടുണ്ടാക്കിയിട്ടാ. മരക്കൊമ്പിൽ കൂടുണ്ടാക്കാൻ മരംകുത്തിക്ക് അവകാശമുണ്ട്. മരക്കൊമ്പിലല്ല ചേട്ടന്മാരെ, വയസ്സായി കിടക്കുന്ന എന്റെ അപ്പൂപ്പന്റെ കൊമ്പിലാ. എനിക്കൊരു മഹാനായാൽ കൊള്ളാമെന്നുണ്ട്. നാളെ എല്ലാവരും എന്നെ ഓർക്കണം, അതാണ് എന്റെ ലക്ഷ്യം. നാളെ പകൽ സമയത്ത് ഓർത്താൽ മതിയോ? ആ നാളെ അല്ല, വരുംകാലത്ത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ അതിനൊരു വഴി? അതറിയാനാ ഞാൻ വന്നത്. അതിന് സ്മാരകങ്ങൾ ഉണ്ടാക്കിയാൽ പോരെ? എന്ന് വെച്ചാൽ പറഞ്ഞു തരാം. എന്താ ചേട്ടന്റെ പേര്? വല്ലോൺപുലി. ശരി, വല്ലോൺപുലി എന്ത് ചെയ്താലും അത് ചെയ്യുന്ന സ്ഥലത്തെ എഴുതി വെക്കണം. മാങ്ങാ തിന്നാൽ ഉടനെ ആ മാവിൽ എഴുതണം വല്ലേൻ മാങ്ങാ തിന്ന സ്ഥലം എന്ന്. അത് ശരി, ഹിഹി. പക്ഷേ എഴുതാൻ ആരെ കിട്ടും? ഇന്നത്തേക്ക് വേണമെങ്കിൽ ഒരാളെ തരാം, ഷേരുവിനെ. ഞാൻ മീൻ തിന്നാൻ പോവുകയാ, എഴുതി വെച്ചോ, ഹിഹി. അങ്ങനെ ഷേരു എഴുതാൻ തുടങ്ങി. വല്ലോൻ മീൻ തിന്ന സ്ഥലം, വല്ലോൻ തുമ്മിയ സ്ഥലം. കാല് തട്ടിയപ്പോൾ ഈ കല്ലിനെ വല്ലോൻ ചീത്ത വിളിച്ചു. വല്ലോൻ ഇവിടെ വെച്ച് ഉറങ്ങി, ഇവിടെ വെച്ച് തന്നെ ഉണർന്നു. വല്ലേൻ പാട്ടുപാടിയ സ്ഥലം. അങ്ങനെ കുറെ എഴുതി. സൂത്ര, ഒരു വള്ളി വേണം. വല്ലേൻ പുലി കുഴിയിൽ വീണു. വള്ളി തരാം, പക്ഷെ തിരിച്ചു തരണം. തരാം, വേഗം കൊണ്ടുവരാം. ദാ വള്ളി. ഇത്ര പെട്ടെന്ന് വല്ലിനെ രക്ഷിച്ചോ? രക്ഷിക്കാനോ? അതൊന്നും എനിക്ക് പറ്റില്ല. കുഴിയിൽ നല്ല ആഴമാ. പിന്നെ എന്തിനാ വള്ളി വാങ്ങിയതാ? താൻ വാ, കാണിച്ചു തരാം. വള്ളിയിൽ തൂങ്ങി നിന്ന കഷ്ടപ്പെട്ടാ ഞാനിത് എഴുതിയത്. വല്ലോൻ ഇതുവഴി താഴേക്ക് വീണു. നിങ്ങൾ കാട്ടുവഴിയിലൂടെ നടന്നോ ഓടിയോ പോകുന്നു. അപ്പോൾ വഴിയിലോ അല്ലാതെ ഒരു ആനയെ കാണുന്നു. ആന നടക്കുകയോ നിൽക്കുകയോ ആണ്. ആന ചിഹ്നം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ നടന്നോ ഓടിയോ വരുന്നു. അയ്യോ, ദേ കരുനാക്കൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തല കറങ്ങി വീഴുകയോ ആനച്ചവിട്ട് കൊണ്ട് ചാവുകയോ ചെയ്യും. ഇല്ല, അങ്ങനെ പറ്റാതിരിക്കാനാണ് ഈ വടി. വടിശാസ്ത്രം പഠിച്ചവർ ഇത്തരം പ്രശ്നങ്ങളെ പുല്ലുപോലെ നേരിടും. കരുനാക്കൻ വല്ലതും പറഞ്ഞാൽ പുലിവാല. ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, വാ സ്ഥലം വിടാം. ആരാ ക്ലാസ്സിൽ സംസാരിക്കുന്നത്? അവിടെ ഇരി. രക്ഷയില്ല, ഇരുന്നോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആനയെ വടി കൊണ്ട് നേരിടുന്ന കാര്യം. ആനയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കോളൂ. ആന നമ്മുടെ നേരെ ഇങ്ങനെ വന്നാൽ വടി കൊണ്ട് ദാ ഇവിടെയായി പതുക്കെ അടിക്കുകയോ തട്ടുകയോ ചെയ്യുക. അതോടെ ടിം, ആന വീഴുകയോ മുട്ടുകുത്തുകയോ ചെയ്യും. മനസ്സിലായല്ലോ? അടിക്കുന്നത് ശരിയായാലേ ആന വീഴൂ, തെറ്റിയാൽ വീഴില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. കരുനാക്കനാ. അടി ശരിയായാലേ ആന വീഴൂ എന്നോ? ഞാൻ കേട്ടിട്ടുള്ളത് മറിച്ചാ. അടി തെറ്റിയാൽ ആനയെ വീഴുമെന്ന്. അമ്മോ! കരുനാക്കൻ നാക്കു വളച്ചു. വടിശാസ്ത്രജ്ഞൻ വടിയാവുകയോ ബോധം കെടുകയോ ചെയ്തിട്ടുണ്ട്.
വടിക്കരടി തന്ന വടിയാ. വടിക്കരടിയോ? അതാരാ? ശത്രുവിനെ നേരിടാനുള്ള പലതരം വടികൾ തരുന്ന ആളാ. ഏത് ശത്രു വന്നാലും വീഴ്ത്താൻ വടി മതി. പലതരം വടികളുണ്ട്. ചെറുവടി, കുറുവടി, മുളവടി, പിടിവടി, അടിവടി, തലവടി, തറവടി. ഏത് വേണം പറ? ഒന്നും വേണ്ട. ശത്രു വന്നാൽ നേരിടാൻ എനിക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധി. ഒരു വടി വാങ്ങാൻ സൂത്ര. താൻ വാങ്ങിക്കോ, എനിക്ക് വേണ്ട. എങ്കിൽ തറവടി പിടി. ആനയെ പോലും തറയിൽ വീഴ്ത്തും. എങ്ങനെ? കാണിക്കാം. ആ ആനപ്രതിമ കണ്ടോ? ആന കുത്താൻ വരുമ്പോൾ തറവടി ദാ ഇതുപോലെ കാലിലേക്ക് ഒറ്റയേറ. ആന അതോടെ തറയിൽ വീഴും. ഞാനും വടിയെറിഞ്ഞു നോക്കട്ടെ. അങ്ങനെ തന്നെ. ഹിഹി. ഒരു ആന വന്നിരുന്നെങ്കിൽ തറവടി പരീക്ഷിക്കാമായിരുന്നു. ഹിഹി. പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു ബബബൻ തല്ലാനാ. സൂത്ര, തന്റെ ബുദ്ധി വേണോ എന്റെ വടി വേണോ? സൂത്രനൊന്നും കിട്ടുന്നില്ല. ആദ്യം തന്റെ വടി. ഓക്കേ. താനെങ്ങോട്ടാ? താൻ മറന്നോ? ആനപ്രതിമയുടെ കാലിലേക്ക് വടി എറിയണ്ടേ? കടിയൻ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ ആളെ കിട്ടുമോ എന്നറിയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തിനാ പ്രതിമ? കിളികളെ പേടിപ്പിക്കാനാണോ? തർക്കുത്തരം പറയുന്നു. കടിയൻ സിംഹത്തിനോടാണോ തന്റെ കളി? വൈദ്യരേ, ഷേരുവിന്റെ സമനില തെറ്റി. കടിയൻ സിംഹമാണെന്ന മട്ടില്ല ഷേരുവിന്റെ സംസാരവും മറ്റും. ഇതത്ര വലിയ പ്രശ്നമല്ല. ഈ മരുന്ന് വായിലിട്ട് കൊടുത്താൽ മതി. തന്നോടല്ലേ പറഞ്ഞത് പ്രതിമ ഉണ്ടാക്കാൻ ആളെ കണ്ടുപിടിക്കാൻ? അസുഖം കുറഞ്ഞിട്ടില്ല. പോയി പ്രതിമക്കാരനെ കൊണ്ടുവാ. വായ നന്നായി തുറന്നു. മരുന്ന് വായിലേക്ക് എറിയാം. എന്താണോ എന്റെ വായിലിട്ടത്? മരുന്ന്. സട കൊഴിയാനുള്ള മരുന്നാണോ? അപ്പോൾ മരുന്ന് ഫലിച്ചില്ല. മരുന്ന് ഫലിക്കാൻ സമയമെടുക്കും. പെട്ടെന്ന് മാറണമെങ്കിൽ തലയ്ക്ക് ഒരു അടി കൊടുക്കാം. അയ്യോ! ഷേരു ഉണരുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആയിരിക്കും. അത്ര ശക്തിയിൽ തല്ലിയത് മണ്ടത്തരമായി. ഏതായാലും ഉണരുമ്പോൾ യഥാർത്ഥ കടിയനെ നേരെ കാണിക്കുന്നത് നല്ലതാണ്. ചേട്ടാ, ഒന്ന് സഹകരിക്കണം. ഷേരു ഉണരാറായി. ദാ ഉണർന്നു. ഇതാണോ കടിയൻ സിംഹം? രക്ഷപ്പെട്ടു. തനിക്ക് ആളെ പിടികിട്ടിയല്ലോ. വാ, നമുക്ക് മൂങ്ങാവതരെ കണ്ട എല്ലാം ശരിയായെന്ന് പറയാം. എന്ത് ശരിയായി? ഒന്നും ശരിയായിട്ടില്ല. ഈ പ്രതിമ തീരെ ശരിയായിട്ടില്ല. താൻ പോയി വേറെ ഉണ്ടാക്കിക്കൊണ്ട് വാ. അമ്മോ!